അറിയില്ലല്ലോ എന്ന ഭാവത്തിലാണ് ഇവർ. ഈ ഗൾഫിലേക്ക് ഇപ്പോൾ അവരെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവർ ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. ഏപ്രിൽ 19. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശ്രീവിദ്യ മൊല്ലസാറെ ഇപ്പോൾ എയറിലാണ് സുഹൃത്തുക്കളെ. എയറിലല്ല, മിക്കവാറും ജയിലിലാവും സുഹൃത്തുക്കളെ. 1,53,000 ഐ തിങ്ക് 1,53,000 ഒരാൾക്ക് കൊടുക്കാനുണ്ട്. എന്തിനെന്നല്ലേ, ഏതിനെന്നല്ലേ? അതായത് ഈ നാട്ടുകാരെ പറ്റിക്കുന്ന, നാട്ടുകാരെ മൂഞ്ചിക്കുന്ന പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഒന്നാം തരം തട്ടിപ്പ് പ്രൊമോഷൻ ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരി നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇയർ ബാക്ക്. അങ്ങനെ ഈ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഇമാതിരി പരിപാടി, നാട്ടുകാരെ പറ്റിക്കുന്ന, നാട്ടുകാരെ മൂഞ്ചിക്കുന്ന, നാട്ടുകാരെ മരണക്കെണിയിലേക്ക് തള്ളിയിടുന്ന അമ്മാതിരി സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാശിന് വേണ്ടി. എന്തിനു വേണ്ടി? കാശിന് വേണ്ടി ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി. എന്തായാലും ഇപ്പോൾ അടപടലം തേഞ്ഞൊട്ടിപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ പലതരം ഗാംബ്ലിംഗ് ഇമാതിരി തേഞ്ഞൊട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും റിയാക്ട് വരെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൺസേണും ഇല്ല. പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നൊന്നും പറയല്ലേ, സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന, അതായത് 10 ആളറിയുന്ന ആൾക്കാർ ചെയ്യുന്ന ഒന്നാം തരം തൊട്ടിപ്പരിപാടി. അവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള പാവപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അവർ നേടുന്ന കാശ്. ഓക്കെ, അതായത് വലിയ സംഭവം, കുറച്ച് 10 പൈസ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന, ഓൺലൈൻ വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതിയിലും കാശുണ്ടാക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരെ ഇവരെ പോലെയുള്ളവർ പറ്റിക്കും. എന്നാൽ ഇവരെ പോലുള്ളവരെ ഈ ആൾക്കാർക്ക് കുറച്ച് ട്രസ്റ്റ് കാണും, ഇവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരിയല്ലേ ചെയ്തത്, അപ്പോൾ നമുക്ക് വിശ്വസിക്കാം, എന്തായാലും ട്രസ്റ്റാണ്, നമുക്ക് പക്കയായിട്ട് വിശ്വസിച്ച് അതിൻ്റെ അകത്ത് കാശിടാം എന്ന് നമ്മൾ വിചാരിക്കുകയും നമ്മൾ എന്ത് ചെയ്യും പറയട്ടെ, നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇവരെ വിശ്വസിച്ച് ഇവർ പറയുന്ന എന്താണ് പരിപാടി, ആ പരിപാടി കൊണ്ട് കാശ് അങ്ങോട്ട് ഇടും. പിന്നെ പോകുന്ന വഴി കണ്ടം പോലും പുല്ല് പോലും മുളയ്ക്കാത്ത വഴിയിലോട്ട് അങ്ങ് പോകും. എന്നാലും ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി പണ്ടേ ബെറ്റിംഗ് സാധനം ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ പ്രൊമോഷനെ തുടർന്നിട്ട് ഒരാൾ 1,03,000 രൂപ കൊണ്ട് കാശിട്ട് അതിൽ ആ പരിപാടി അങ്ങ് ചെയ്ത് അവസാനം കയ്യിൽ നിന്ന് 1,03,000 രൂപ അങ്ങോട്ട് പോയി. അങ്ങനെ അങ്ങേര് കോടതിയിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്ത് ഫൈറ്റ് ചെയ്തോ ഇയറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിധി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരി 1,53,000 രൂപ ആ വ്യക്തിക്ക് കൊടുക്കണമെന്നുള്ള വിധി. അങ്ങനെ വിധി വന്നപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ത് ചെയ്തു? മുങ്ങി, നാടുവിട്ടു, ഇവിടെ ഇല്ല, ഖതം. ഓക്കെ, വേറെ എവിടെ പുറത്തെവിടെയൊക്കെ പോയി അടിച്ച് പൊളിച്ച് ടൂറൊക്കെ പോയി നടക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഞാൻ ഈ പൈസ കൊടുക്കില്ല എന്നുള്ള സെറ്റപ്പിലായി. നിന്നെ വിശ്വസിച്ച്, നിന്റെ വീഡിയോ കണ്ട് നീ പറയുന്ന സത്യമാണെന്ന് വിശ്വസിച്ച് ഒരാളെ കൊണ്ട് പൈസ ഇട്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല തവണ. ഇതുപോലുള്ള ഇവന്മാരും ഒന്നും പറയുന്ന വിശ്വസിച്ച് ആരും കൊണ്ട് 5 പൈസ കളയരുത്. അത് ക്രീം ആയാലും ഇതുപോലത്തെ പല ഓൺലൈൻ സൈറ്റുകളിലായാലും ഇനിയിപ്പോൾ ഓൺലൈൻ ഇതുപോലത്തെ ഗാംബ്ലിങ്ങിലായാലും ഒന്നിലും കൊണ്ട് പൈസ ഇടല്ല, നിങ്ങളെ കയ്യിലെ പൈസ പോകും എന്നുള്ളൊരു സംഭവം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നു ഇവരൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് എടുത്തു വെച്ച് കൊഞ്ചി, അയ്യോ നമ്മൾ ഓഡിയൻസിനോട് ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, തേങ്ങയാണ്. കുറേ വ്ളോഗേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, അയ്യോ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണെന്ന്, കോപ്പാണെന്ന്. എന്നാൽ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കാശിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുത്ത് സഹായിക്കും? ഇല്ലല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഉയിര് തൈരെന്നൊക്കെ പറയുന്നത് വെറും ഫ്രോഡ് പരിപാടിയാണ്. അതൊക്കെ പക്ക ഉടായ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ വിട്ടിത്തരങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊയ് വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കുകയാണ് ഇതുപോലെയുള്ള വലിയ വലിയ സെലിബ്രേറ്റഡ് സ്റ്റാറ്റസുകളൊക്കെ നിൽക്കുന്ന ടീമുകൾ. ചങ്കോളറമ്മി നമ്മുടെ നാളും ഉണ്ട് ഒരു ഇതിൽ. അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇപ്പം മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരി വിചാരിച്ച് നമ്മൾ തട്ടിപ്പ് നടത്തിയിട്ട് കാശ് വാങ്ങിച്ച് ലക്ഷങ്ങളുണ്ടാക്കി നമ്മൾ പോയി എന്നുള്ള മൈൻഡിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം തിരിച്ചു ഫൈറ്റ് ചെയ്തു. അയാൾ വർഷങ്ങളോളം ഫൈറ്റ് ചെയ്തു. കോടതി വിധി വന്നു, അറസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ വാറന്റ് ഒന്ന് നടക്കുകയാണ്. അതിൻ്റെ റീസൺ, ഈ പൈസ അവൾ കൊടുക്കൂലായിരുന്നു. അയാൾക്ക് നഷ്ടപരിഹാരം ഇപ്പോൾ ഇവൾ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവൾ കൊടുക്കൂല എന്നുള്ള രീതിയിൽ കടന്ന് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറസ്റ്റ് വാറന്റായി. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം. പണ്ടത്തെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രൊമോഷൻ വീഡിയോ. കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പൊ നമ്മുടെ ഈ ഒരു അപ്പൊ മക്കള് വർഷങ്ങൾക്ക് മുന്നേ വിഷു കൈനീട്ടം കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണല്ല. എനിക്ക് തോന്നി കുറച്ച് കുറമ്പ് കൂടുന്നുണ്ട്. 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം നീ കോപ്പ് ചെയ്തേനെ, അല്ലെങ്കിൽ പിന്നെ 2 lakhs സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വിഷു കൈനീട്ടായിട്ട് എത്തിയേനെന്ന് നീ കോപ്പ് കൊടുക്കും. കോപ്പ് അയ്യോ, തള്ളിയങ്ങ് മറിക്കുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ പാവങ്ങളാണ്. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇവരെയൊക്കെ വിശ്വസിച്ച് സ്വന്തം വീട്ടിലെ മോളെ പോലെയൊക്കെ കണ്ടുകൊണ്ട് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ വീട്ടിലെ ആൾക്കാരൊക്കെ കാണും. ആണുങ്ങൾ കാണും, പെണ്ണുങ്ങൾ കാണും, സ്വന്തം മകളെ പോലെയൊക്കെ ചിലപ്പോൾ കാണും, സ്വന്തം
അങ്ങനെയൊക്കെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ കാണും, ചിലപ്പോൾ ചേച്ചിയെ പോലെ കാണും. ഇവരെയൊക്കെ വിശ്വസിക്കണം അന്ധമായിട്ട്. അങ്ങനെ വിശ്വസിച്ച് ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന ഈ മാതിരി ഓഞ്ഞ സാധനത്തിൽ കൊണ്ട് കാശിട്ട് അവസാനം മൂഞ്ചും. ഇതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ശ്രീവിദ്യ മുല്ലശ്ശേരി സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഓടി വന്നിട്ട് എനിക്ക് വിഷു കൈനീട്ടം തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താ നിങ്ങളെ ബെറ്റിങ്ങിലോട്ട് തള്ളിയിടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. കൊള്ളാടി പെണ്ണെ, നീ അമ്പടി ജിഞ്ചിഞ്ചാക്കടി തന്നെ, ഒരു രക്ഷയില്ല. നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ, വിഷു കൈനീട്ടം കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് അതിൻ്റെ അത് കുഴി കൊണ്ട് ചാടിച്ച്. എന്നാൽ ഇവള് ചെയ്തെന്താ, ആ സാധനം പ്രൊമോട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കി. അത് കുറേ വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾ കോടികൾ ഉണ്ടാക്കി കാണും. മനസ്സിലായോ? അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നല്ലോണം ഇവരൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പറ്റിക്കപ്പെടുന്നത് നാട്ടുകാരാണ്, സാധാരണക്കാരായ ജനങ്ങൾ. ബാക്കി അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതെ, അഡീഷണൽ ഇൻകം പറഞ്ഞു തരാനാണ് മോളൂട്ടി വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞ അഡീഷണൽ ഇൻകം പറഞ്ഞു കൊടുത്ത് ഒരുത്തൻ്റെ 1,03,000 രൂപ അങ്ങോട്ട് പോയി. അഡീഷണൽ ഇൻകം അങ്ങോട്ട് പോയി. എന്തോന്നിടെ അഡീഷണൽ ഇൻകം കുറച്ച് കൂടിപ്പോകുന്നുണ്ട്. കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പ് ആണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. അപ്പം എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ഇതിൽ അസറ്റ് സെലക്ട് ചെയ്യുക. ഈ സാധനം ഉണ്ടല്ലോ ഇന്റർഫേസ്, ഇത് ഇവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അവർ പ്ലേ ചെയ്തിട്ട് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതുപോലെയൊക്കെ പറയും. അതിനെടുത്ത് സൈഡിൽ കൊടുക്കും. ഇവരൊന്നും ഇത് ചെയ്യുന്നത് പോലും അല്ല. അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയും ബോധം വേറെല്ലാതെ കുറേ പേര് കൊണ്ട് പൈസ ഇടും. സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളതിനെയൊക്കെ വിശ്വസിച്ച് കാശ് കൊണ്ട് കളയുന്നതിനേക്കും ആദ്യം മടൽ വെട്ടി അടിക്കണം. എന്നിട്ട് മതി ഇത്. അത്രയ്ക്ക് വിവരമില്ലാത്ത കുറെ എണ്ണം ഉണ്ട് ഈ ലോകത്ത്. ബാക്കി സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കണോളെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ അതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം അപ്പാണോ ഡൗൺ ആണോ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്തു. അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 പ്രഡിക്ഷൻ കറക്റ്റ് ആയിക്കാണ് കേട്ടോ. സക്സസ് ആയിക്കാണ്. അപ്പൊ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ലക്ഷങ്ങൾ അപ്പൊ തന്നെ കിട്ടും. അത് നീ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അവന്മാർ തരും. പക്ഷെ അവന്മാർ നിന്റെ പ്രൊമോഷൻ കണ്ടും കൊണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് അവന്മാർ അണ്ണാക്കി കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ എന്താണ് പേടിഎം വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വളരെയധികം ഹാപ്പി ഉണ്ട്. ഒരുത്തൻ്റെ അണ്ണാക്കി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിയായി, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഹാപ്പി അല്ല. ഇതുപോലെ ഒരുപാട് പേര് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളൊക്കെ അന്ധമായി വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഈ ചതിക്കുഴികളിൽ പോയി ചാടിയിട്ടുണ്ട്. ഓക്കെ, വാറന്റ് വന്നപ്പോൾ മുങ്ങി നാട് വിട്ട് ട്രിപ്പില്ല. എന്തെങ്കിലും ചവിട്ടുമല്ല തറയിൽ. ഒന്നേ നീ പൈസ കൊടുക്കാല്ലേ അകത്ത് കിടാൻ. ഏതായാലും ശുഭ. ഇനി ആ വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. ആ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതെന്ന് വെച്ചാല് ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവര് പറയുന്ന പോലെ ചെയ്തു. അപ്പോ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്റെ 1,03,000 രൂപയാണ് ബിനോമോയില് പോയത്. ബിനോമോയില് 1,03,000 രൂപയാണ് ഘട്ടം ഘട്ടമായിട്ട് പോയത്. ഇതല്ല, 1,03,000 ഇപ്പൊ തിരിച്ച് 1,53,000 തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ഒരു പാഠമാകട്ടെ. ഇതുപോലെ ഉള്ളതിനൊക്കെ പിടിച്ച് അകത്തിടണം. അത് തന്നെയാണ് ചെയ്യാനുള്ളത്. മല്ലു ഫാമിലി സുജിൻ ഇതിന്റെ പീക്ക് ലെവലാണ്. അവൻ മറ്റേ ആശാനാണ് ഇതിന്റെയൊക്കെ. പിന്നെ സഞ്ജു ടെക്കി, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാല് ഇവര് പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്ന. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലീവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവര് അപ്പൊ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡ് അല്ല. ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത ആപ്പിൽ കയറിയാണ് അഡ്രസ്സ് ഉണ്ടാക്കാൻ പോയിരിക്കുന്നത് കൊച്ചു കള്ളൻ. എന്തായാലും നിനക്ക് കിട്ടിയത് നല്ലതാണ്. ഇത്രയും മണ്ടത്തരങ്ങൾ കാണിക്കില്ല. ഇതൊക്കെ ഒരു പാഠമാവട്ടെ. ഇത് പൊതുസമൂഹം അറിയണം. 10 ആളും കൂടുതൽ അറിയണം. കാരണം ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇതുപോലത്തെ ഉടായ്പിലൊക്കെ പോയി വിടുന്നവർക്ക്. ഇല്ലാത്ത ബിനോമയാണ് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം. 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. അതെ, മോസ്റ്റ് ട്രസ്റ്റഡ് നമ്പർ 1 ഇന്ത്യയിൽ കറങ്ങിയിരിക്കണം. പിന്നെ കറക്കിയിരിക്കണം. നാട്ടുകാരെ മോഞ്ചിക്കുക. ഞാനൊരു കാര്യം സീരിയസിൽ പറയും. എൻ്റെ 1,000 രൂപ 1,500 എങ്ങാണ്ട് പണ്ട് ബിനോമിൽ പോയിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം. ഞാനൊരു പൊട്ടനായിരുന്നു.
പിന്നെ പഠിച്ച് പിന്നെ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊന്നും പോയില്ല, അതിന് വലിയ കാര്യം. അല്ലെങ്കിൽ ഞാനും കയറെടുത്തതന്നെ. ഇവര് വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. പിന്നെ ഒരു കാര്യം കേട്ടാ, അന്ന് ലക്ഷങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കാശും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന 1500 രൂപയും പോയി. ഇത് അന്ന് ഞാൻ ഒരാളെ വിശ്വസിച്ചതാ, വേറെ ആരുമില്ല, സഞ്ജു ടെക്കി. അന്ന് അവൻ്റെ വീഡിയോസ് കാണുന്ന സമയമായിരുന്നു. അപ്പോഴെനിക്കറിയാതെ ആ കൊറോണ സമയത്ത് വീട്ടിൽ ചൊറിയുത്തിരുന്നപ്പോൾ ചെയ്ത പരിപാടിയായിരുന്നു. കയ്യിൽ നിന്ന് പോയടാ, 1500 പോയപ്പോൾ മതിയായി. ഇപ്പം ഇങ്ങനെയായി. ഇവരെ വക്കീല്, കാസർഗോഡ് വക്കീല്, ഇപ്പൊ ബ്രോനെ അറിയാന്ന് തോന്നുന്നു, നിഖിൽ നാരായണൻ. അവിടെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ. അതായത് ഇങ്ങനെ ഇയാൾക്ക് 1,53,000 രൂപ കോടതി കൊടുക്കാൻ വേണ്ടിയിട്ട് വിധി വന്നപ്പോൾ തിരിച്ച് അപ്പീലിന് പോയി. അപ്പീലിന് ഒരിക്കൽ നമുക്ക് വരാൻ പറ്റാത്തതിൻ്റെ റീസണൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങേരെ ഒരു റേപ്പ് കേസുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ്. അതായത് ഇവളുടെ വക്കീലിന് ആ കേസുണ്ട്, ഓക്കെ, അതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്തതെന്നൊക്കെ. എൻ്റെ കൊച്ചു കളി എന്ന് പറയുന്നതിലെ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പൊ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പൊ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീല് പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാല് നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവര് കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. വളരെ നല്ലൊരു അപ്പീലാണ് കൊടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതുപോലത്തെ ഒരു അപ്പീൽ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ ഞാനവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയില് നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പൊ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന്റെ ബോധ്യമായി ഇവര് പറയുന്നത് കള്ളാണ്. അപ്പൊ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാല് കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എന്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് അവിടെ പറയുന്നത് സംസ്ഥാന കമ്മീഷനില്. ഭയങ്കര കളവാ പറയുന്നത്. അല്ലെങ്കിൽ വാ തുറന്ന സത്യം പറയോ, എങ്കിൽ ആ അമ്മാതിരി സാമാനമൊക്കെ പ്രൊമോട്ട് ചെയ്യുമോ? അതേ വാ തുറന്ന കള്ളാ പറയുന്നത്. ഇനി പിന്നെ കോടതിയിലൊന്നും കള്ളം പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? നാട്ടുകാരെ പറ്റിക്കുന്നതിലെ ഉസ്താദുകളാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തോന്ന് കോടതിയിലൊന്ന് പറയാനിരിക്കുന്നത്? പ്രൊമോഷൻ ചെയ്യുന്നതേ കള്ളത്തന്നത്തിലൂടെയാണ്. പിന്നെ ഇനി കോടതിയിലൊന്ന് കള്ളം പറയാൻ അവർക്ക് വലിയ സംഭവമൊന്നുമില്ല, അതിനെ കാര്യമില്ല. പറ. ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലില് ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീല് പോണെങ്കിൽ എന്തെങ്കിലും കാരണം പറയണല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കാം. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ കേസ് കണ്ടിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അതെ, ഇവരുടെ കേസ് വാദിച്ചത് ഒന്നാം തരം വക്കീലാണ്, കേരളം കണ്ട ഏറ്റവും വലിയ വക്കീലാണ്. അമ്മാതിരി വക്കീലൊക്കെ വന്നിട്ട് ഇമ്മാതിരി കേസൊക്കെ വാദിക്കുന്നു. വാഹ്, അമേസിങ്. അന്തമാതിരി ഇറുക്ക്. അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവില് കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ. സോറി, എനിക്ക് തെറ്റുപറ്റി. 53 അല്ല, 1,58,000 രൂപ കിട്ടും. ഓക്കെ, വെള്ളണ്ട, നീ പോരാടണം. ഇതുപോലെ ഓരോരുത്തരും പറ്റിക്കപ്പെട്ടവർ പോരാടണം. ഞാനന്ന് പോരാടിയില്ല. അന്ന് എൻ്റെ സിറ്റുവേഷൻ കുറച്ച് ബാഡായിരുന്നു. പിന്നെ ഞാനത് വിട്ട് പോയി. അന്ന് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നും ആക്സിഡൻ്റ് ആയി ഇടിച്ച് പടമായി കിടന്നിട്ട് എനിക്ക് കോടതി മുന്നിൽ പോകാനും ഫൈറ്റ് ചെയ്യാനും എനിക്കപ്പോൾ ആവതില്ലായിരുന്നു. ഓക്കെ, 9% പലിശ നിരക്കില് കേസ് രജിസ്റ്റർ ചെയ്തത് 2023 അന്ന് മുതൽ 9% പലിശ നിരക്കില് കിട്ടണമെന്നാണ് ഇതിന്റെ വിധി വന്നിട്ടുള്ളത്. അപ്പൊ ഇവർ അപ്പീലിന് പോയപ്പോൾ ഒരു നിശ്ചിത സമന തുക അവിടെ കെട്ടിവെക്കണം. അപ്പൊ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീല് തള്ളിയല്ലോ. അപ്പീല് തള്ളുമ്പോൾ ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷന് എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് 1,86,000 മുകളിലാണ് ടോട്ടല്. അതിൽ 79 കഴിച്ചാല് ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവര് ഇനിയും തരാനുണ്ട്. പക്ഷെ അവര്
അതിനുശേഷം ഈ പറയുന്ന നോൺ വെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ പാലാരി ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ഇവര് കൊച്ചി. അല്ല, അവരാദ്യം അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇട്ട് അടിക്കുക. അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ചിലപ്പോൾ നീതി കിട്ടും. ചിലപ്പോൾ നീതി കിട്ടിയാൽ ഇവരൊക്കെ അപ്പീലിന് കൊടുത്ത് ഇതിങ്ങനെ ഇട്ട് നീട്ടും. മനസ്സിലായോ? തരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. അപ്പീലൊക്കെ ഇട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് നീട്ടും. പക്ഷെ പോരാടണം ബ്രോ. ബിഗ് സല്യൂട്ട്. ഇതിലേക്ക് മാറി പറഞ്ഞു. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ വെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കി കൊണ്ടുപോകും. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നവുമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ. അതെ, അറസ്റ്റ് വാറന്റ് കിടക്കുന്നു. പാലാരിവട്ടം പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇട്ട് കറക്കി വിടുന്നു. അവർ ഗൾഫിൽ പോകുന്ന ആഡംബര ജീവിതം നയിക്കുന്നു, അടിച്ചു പൊളിച്ച് നടക്കുന്നു. എന്തുവാടെ നാട്ടുകാരെ പറ്റിച്ചിട്ട് എങ്ങനെയുടെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ തോന്നുന്നു. ഓക്കെ, അറസ്റ്റ് വാറന്റ് വരെ വന്നടേ, എന്നിട്ട് കൂടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്താ പോലീസുകാരെ ഇങ്ങനെ നിങ്ങൾ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്ന ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവര് ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. അതെ, ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 2026 കൊല്ലല് ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് വാറണ്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ഇതിപ്പോൾ ജൂലൈ ആയി. അപ്പോൾ ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവരാണെങ്കിൽ പിന്നെ ഗൾഫിലേക്കും വിദേശ യാത്രയൊക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ ചിരിച്ചുകൊണ്ട് വലിയ ഫോട്ടോകളൊക്കെ ഇട്ട് ലക്ഷറി ലൈഫ് നയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ കൂടി അറിയണമെന്നാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കാം. ലക്ഷറി ലൈഫൊക്കെ ആഡംബരമായിട്ട് ആടിച്ച് കാഞ്ച് പോച്ചൊക്കെ നടക്കുന്നുണ്ട്. വാട്ട് വൈബ്. അവരുടെ ജീവിതം ശുഭം, മറ്റോ മൂഞ്ചി. ഇപ്പം മനസ്സിലായ സെലിബ്രിറ്റി സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ കണ്ട് വിശ്വസിച്ച് നമ്മൾ പോയി ഓരോ കുഴി ചാടി അവസാനം ഇതുപോലെ മൂഞ്ചാം. അവരിതുപോലെ അടിച്ചു പൊളിച്ച് കിടക്കും, നിങ്ങൾ ഇതുപോലെ വട്ടത്തിലും ത്രികോണത്തിലും മൂഞ്ചിയിരിക്കും. ഓക്കെ, വാട്ടെ കഴിക്കേ. സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാവുകയാണ്. താൻ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ സ്വന്തമാക്കിയെന്നും എന്നാൽ ഉള്ളിലൊട്ടും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുമാണ് നടിയുടെ വെളിപ്പെടുത്തൽ. എങ്ങനെ സന്തോഷം കണ്ടെത്തും? നാട്ടുകാരെ മൂഞ്ചി ചിരിക്കുകയല്ലേ, അപ്പൊ പെട്ടെന്നൊന്നും സന്തോഷം കിട്ടത്തില്ല. പറ. അറിയാവുന്നവരെല്ലാം പറയാറുള്ളത് ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നാണ്. ലോകം ഇടിഞ്ഞു വീണാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് അമ്മ പോലും പറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ അതെനിക്ക് തോന്നി. കുറച്ച് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ല. ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് ഉളുപ്പില്ല, കുത്തിരിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരുന്ന് നാട്ടുകാരെ പറ്റിച്ചത്. എന്നിട്ട് അതിൽ കേസായപ്പോൾ നൈസായിട്ട് അവനെ വലിപ്പിച്ചിട്ട് നീ പറന്ന് നടക്കുക. പാവങ്ങളെ വലിപ്പിക്കുന്നതിലൊക്കെ ഒരു പരിധി കണ്ടടേ. കുറച്ച് നാളുകളായി എന്റെ അവസ്ഥ അതല്ല. വലിയൊരു വീട് വെച്ചു, വർക്ക് ലൈഫ് മികച്ച രീതിയിൽ പോകുന്നു, പുതിയൊരു ഷോയിൽ ജോയിൻ ചെയ്തു. ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. ഇതിനൊരു പരിഹാരമുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണമെന്നാണ് താരം പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം ഇതിന് പരിഹാരം. നാട്ടുകാരെ മൂഞ്ചിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന്. ഇവിടെ നമ്മൾ അങ്ങനെ നാട്ടുകാരെയൊക്കെ മൂഞ്ചിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ കോടികളും മാളികയൊക്കെ കെട്ടിപ്പണിതാലും ചിലപ്പോൾ നമുക്ക് അത് അനുഭവിക്കാനുള്ള വിധി ചെയ്യുവാൻ തരില്ല. അപ്പോഴായിരിക്കും നമ്മളെല്ലാം സെറ്റായി ഇനി അങ്ങോട്ട് അനുഭവിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും മൂട്ടിൽ നിന്ന് കത്തിച്ച് വിട്ട് വരുന്നത്. റോക്കറ്റ് പോലെ പോവാം. ഓക്കെ, ഇവിടെ മുല്ലശ്ശേരി മൂഞ്ചിശ്ശേരി ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമില്ല, ഇടപെടലും തേഞ്ഞൊട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂസിൽ ആ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ ആഡംബര വീടുകളും ആഡംബര കാറുകളും ഒക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സമാധാനം തരില്ല. ഓക്കെ, അപ്പോൾ ഈ കേസിൽ തന്നെ നീ കാരണം ഒരുത്തൻ്റെ ലക്ഷം പോയി. ഓക്കെ, എന്നിട്ട് അത് കേസായപ്പോൾ നീ അവിടെ അപ്പീലിട്ട് കളിക്കുകയാണ്. അത് കൊടുത്ത് തീർത്ത് സെറ്റിൽമെൻ്റ് ആക്കാൻ പോലും നോക്കുന്നില്ല. അപ്പം അത്രയും മൈൻഡ് സെറ്റിലൂടെയൊക്കെ നീയൊക്കെ ഓടുമ്പോൾ നിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു സമയത്തൊക്കെ നീ എനിക്കൊക്കെ എതിരെ കയറിയും തമ്മിലിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തത്. നീ ഒരുത്തനെ മൂഞ്ചിച്ച് തേച്ചൊട്ടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് നീ ആദ്യം ആലോചിക്കണം. ഓക്കെ, ഒരുത്തൻ്റെ ജീവിതം അവൻ്റെ നിന്നെ പോലെ കോടികളൊന്നും കാണത്തില്ല ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ. ചിലപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചില്ലറ കടമാഞ്ചായിരിക്കും. നീ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇമ്മാതിരി സാധനത്തിൽ കൊണ്ട് കാശിട്ട് അവനെ ഞാൻ മടലോട്ടി അടിക്കാനേ പറയത്തുള്ളൂ. ഇമ്മാതിരി കോപ്രായത്തിലൊക്കെ എന്തിനു കൊണ്ട് ഇടാൻ പോയത് ഇവളുമാർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച്. ഓ മൈ ഗോഡ്, ഡാർക്ക് സീൻ. ഞാനും ഇട്ടിട്ടുണ്ട്. ഇല്ലടാ, നിന്നെയും കുറ്റം മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. നമ്മളപ്പോഴും വിശ്വസിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ കേട്ടു. അപ്പം നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞും നോക്കാതെ ചെയ്യും. അതെന്തുകൊണ്ടാണ്? അവർ നമുക്ക് വിശ്വാസമുള്ളതുണ്ട്. അതേ ഒരു ട്രസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്നത് തന്നെയാണ് വാസ്തവം. എന്തായാലും കൊള്ളാടെ.
കയ്യിലിരിപ്പും കാര്യങ്ങളൊക്കെ നല്ല ആടി പാണി ഗജായിട്ട് പോകുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം.